പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സർവശക്തനായ പിതാവും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. എന്റെ ദൈവമേ, അങ്ങേക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ എന്റെ പാപത്താൽ എന്റെ ആത്മാവിനെ ശുദ്ധമാക്കിയതിനാലും സ്വർഗ്ഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനർഹനായി തീർന്നതിനാലും ഞാൻ ഗ്രഹിക്കുന്നു. അങ്ങയുടെ സഹായത്താൽ പാപസാധ്യങ്ങളെ ഉപേക്ഷിച്ചിരുന്നു. മേലിൽ പാപം ചെയ്തിരുന്നു ദൃഢമായി ഞാൻ പ്രതികരിക്കുന്നു. പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അധ്യായം 21, 29 തിരുവചനങ്ങൾ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ ഒന്നാമനടുത്തെന്ന് പറഞ്ഞു, മകനെ പോയി ഇന്ന് മുതൽ ജോലി ചെയ്യുക. ഞാൻ പോകാം എന്ന് അവൻ പറഞ്ഞു. എങ്കിലും പോയില്ല. അവൻ രണ്ടാമനടുത്ത് എന്ന് പറഞ്ഞു. അവനാകട്ടെ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എങ്കിലും പിന്നീട് പശ്ചാത്തലിച്ച് അവൻ പോയി. ഈ 2 പേരിൽ ആരാണ് പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത്? അവർ പറഞ്ഞു, രണ്ടാമൻ. യേശു പറഞ്ഞു, സത്യമായി ഞങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യകളായിരിക്കും നമുക്ക് മുമ്പേ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക. എന്തെന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗ്ഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവൻ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവൻ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവൻ വിശ്വസിക്കാത്ത വിധം അനുദരിച്ചില്ല. ഈശോയുടെ സ്നേഹമുള്ളവരെ, നമ്മളിവിടെ കണ്ടു 2 പുത്രന്മാരുടെ അവസ്ഥ. ഇതുതന്നെയാണ് നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ. നമ്മൾ ഇത് തന്നെയായിരിക്കും മുമ്പുണ്ടായിരിക്കാം. അനുസരണമില്ലാത്തവരെ പോലെ ജീവിക്കുക, പരസ്പരം സ്നേഹിക്കാതെ ജീവിക്കുക. ഇവിടെ 2 മക്കളും മാതാപിതാക്കളുടെ അപ്പനെ അനുസരിക്കുന്നവരായി ആദ്യം. എന്നാൽ പിന്നീട് അവർ മനസ്സറിഞ്ഞു പോവുകയും മറ്റവൻ സ്വന്തം മനസ്സിനെ ശക്തിയാണെങ്കിൽ തിന്മയ്ക്ക് വിട്ടുകൊണ്ട് മാതാപിതാവിനെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയാണ്. നമ്മുടെ ഉള്ളിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഇതുപോലുള്ള തിന്മ കടന്നു വരാം. നമ്മള് നല്ലവരാണെന്ന് ചിന്തിച്ചാലും നമ്മള് ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലായിരിക്കാം പെട്ടെന്ന് നമ്മുടെ തിന്മ കടന്നു വരിക. നമ്മൾ പ്രതീക്ഷിക്കാത്ത അവസരത്തിലായിരിക്കും ഓരോ തിന്മയും കടന്നു വരിക. പലപ്പോഴും നമ്മൾ പറയുന്നത് അത് തന്നെയാണ്, പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇതെല്ലാം സംഭവിച്ചത്. പ്രിയമുള്ളവരെ, വിവേകത്തോടുകൂടി ആയിരിക്കുമ്പോഴാണ് നമുക്ക് തിന്മയെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും തുറന്നു പോകാതിരിക്കണമെങ്കിൽ നമുക്ക് വിവേകം ഉണ്ടാകണം. ദൈവത്തിന്റെ കൽപ്പനകളെ നാം മുറുകെ പിടിക്കുമ്പോഴാണ് എന്തെല്ലാം സംഭവിച്ചാലും നമുക്ക് ഒന്നും സംഭവിക്കാത്തവരെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ല എങ്കിൽ പെട്ടെന്ന് നമ്മൾ പതറിപ്പോകും, നമ്മൾ നിരാശയിലേക്ക് വീണുപോകും, മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലത്തിനും അടിമയാകും,
അല്ലെങ്കിൽ നിരാശ എന്ന രോഗത്തിലേക്ക് പോകാനിടയാകും. പലപ്പോഴും പലരും അങ്ങനെയാണ് സംഭവിക്കുക. പ്രതീക്ഷിക്കാത്ത സമയത്ത് സംഭവിക്കുമ്പോൾ നിരാശപ്പെട്ട് ദുഃഖിതരായി അവര് ജീവിതത്തിന്റെ ഒരു ഉളവിലേക്ക് മാറുന്ന അവസ്ഥ ഉണ്ടാകും. അവർക്ക് ഈ ലോകത്തിൻ്റെതായ അല്ലെങ്കിൽ മറ്റ് തിന്മയിലേക്ക് പോകുന്നവരുണ്ടാകാം. മദ്യപാനമായിരിക്കാം, ദുശീലമായിരിക്കാം, ജഡീകമായ പ്രവൃത്തിയായിരിക്കാം, അല്ലെങ്കിൽ പിടിവാശിയായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണമെന്ന ചിന്തയായിരിക്കാം. എങ്ങനെയായാലും പല രീതിയിലുള്ള തിന്മ നമ്മളിലേക്ക് കടന്നു വരും. ചന്ദ്രവാണ്ടത്തെ മദ്യത്തിലേക്ക് പോകും. ഇനി ജീവിച്ചത് എന്താ കാര്യം? എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. ഞാൻ ഇത്രയും കാലം അവർക്ക് വേണ്ടി ജീവിച്ചു, ഞാൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ഭാര്യയ്ക്ക് വേണ്ടി ജീവിച്ചു, ഭർത്താവിന് വേണ്ടി ജീവിച്ചു, എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ജീവിച്ചു. അവരെല്ലാം ഇപ്പോൾ എന്നെ ഉപേക്ഷിച്ചു. ഇനി ആരും എന്നെ സ്നേഹിക്കുന്നില്ല. ഇനി എന്തും ഞാൻ ജീവിക്കുന്നു എന്നുള്ള ചിന്താഗതി കടന്നു വരും. അപ്പോൾ നിങ്ങളൊരു തിന്മയിലേക്ക് കടന്നു പോവുകയാണ്. സാത്താൻ എപ്പോൾ വേണമെങ്കിലും നമ്മളെ ഇതുപോലെ ദുഃഖങ്ങളോ നിരാശകളോ അല്ലെങ്കിൽ തെറ്റായ ബോധ്യങ്ങൾ നൽകി നമ്മളെ പിന്തിരിപ്പിക്കണം. അപ്പോൾ വിവേകത്തോടെ ആയിരിക്കണം. ദൈവത്തിന്റെ പിതാവിനെ സ്നേഹിക്കുന്ന ഒരു മക്കളായി പരിശ്രമിക്കണം. അപ്പനോട് ചേർന്നാല്, മാതാക്കളോട് ചേർന്നാല്, കുടുംബത്തോട് ചേർന്നാല് നമുക്ക് പലപ്പോഴും പല തിന്മകളെ നമുക്ക് ആട്ടുപിടിക്കാൻ സാധിക്കും. അവിടെ നമുക്ക് സാധാരണ പരാജയപ്പെടാൻ സാധിക്കും. നമുക്കുണ്ടാകുന്ന കുരുക്കുകളെല്ലാം അഴിച്ചു മാറാൻ സാധിക്കും. പ്രിയമുള്ളവരെ, മാതാവോട് ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കുരുക്കുകളെയും നമുക്ക് അഴിച്ചു മാറ്റാൻ പരിശ്രമിക്കാം. തീർച്ചയായും അമ്മ നമ്മളെ സഹായിക്കും. നമുക്ക് അമ്മയിലൂടെ നമുക്ക് യേശുവിലേക്ക് പോകാൻ നമുക്ക് പരിശ്രമിക്കാം. നമുക്ക് എഴുതിയിരിക്കാം. കഴിക്കുന്ന മാതാവേ, ക്രിസ്തത്തോടെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളെ അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരീക്ഷകളും ദുരിതങ്ങളും ഞങ്ങളെ ക്ലേശരാക്കുന്നു. പ്രതികൂല സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു. എല്ലായിടത്തും ഞങ്ങൾ കുരിശിനെയാണ് അഭിമുഖീകരിക്കുന്നത്. കരുണാമയായ മാതാവേ, ഞങ്ങളിൽ കഴിയണമേ. ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. തുടർന്ന് സഹിക്കുവാനാണ് ദൈവത്തിന്റെ മനസ്സെങ്കിൽ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കഴിക്കുന്ന മാതാവേ, ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയും പ്രധാനമാർ, വൈദിക സന്യസ്തന്മാരായ ആത്മായ പ്രേക്ഷിതർ, ജ്ഞാനഗുരുക്കന്മാർ, വചനപ്രഘോഷകർ, തിരുസഭയോടുള്ള എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രാജ്യത്തെ സമർപ്പിക്കുന്നു. രാജ്യത്തിലെ നേതാക്കന്മാർക്കും ജനങ്ങൾക്കും വിജ്ഞാനവും വിവേകവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഷ്ട്രങ്ങളെ സമർപ്പിക്കുന്നു. കർഷകന്മാരെ അനുഗ്രഹിക്കണമേ. ലോകത്തും ശാന്തിയും സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പീഡിതരും ദുഃഖിതരും ക്ലേശിതരും രോഗികളുമായവരെ സമർപ്പിക്കുന്നു. യുവതിഭക്തന്മാരെ സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മരിച്ചുപോയ എല്ലാ ആത്മാക്കളെയും സമർപ്പിക്കുന്നു. അവരറിഞ്ഞ മര്യാദയും ചെയ്തുപോയ എല്ലാ പാപങ്ങളും പുറത്ത് നിത്യമായ പിതാവിനെ കൊണ്ടായിരിക്കാൻ കൃപ നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന. ദൈവിക സാന്നിധ്യം നൽകുന്ന അങ്ങയുടെ ജീവിതകാലം മുഴുവൻ അമ്മയോടുകൂടി പിതാവായ ദൈവത്തിന്റെ ഹിതവും അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ നാഥനുമായ കർത്താവിന്റെ മഹത്വം സ്വീകരിച്ചുവല്ലോ. തിന്മയൊരിക്കലും ആശയപ്പെടുത്താൻ അങ്ങേ കൊടുക്കുവാനോ അകപ്പെടുത്തുവാനോ താല്പര്യപ്പെട്ടില്ല. അങ്ങ് മാധ്യസ്ഥം വഹിച്ചതുപോലെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലും ക്ലേശങ്ങളിലും അങ്ങ് മാധ്യസ്ഥം വഹിച്ചിട്ടുണ്ട്. സങ്കീർണമായ ജീവിതത്തിലുണ്ടാകുന്ന കുരുക്കുകൾ ജ്ഞാനത്തോടും ക്ഷമയോടും കൂടി അഴിച്ചു മാറ്റുവാനുള്ള മാതൃക അമ്മ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. നിത്യവും ഞങ്ങളുടെ അമ്മയായ
ഞങ്ങൾക്ക് വ്യക്തമാക്കുകയും ഒരുക്കി തരികയും ചെയ്യുന്നത് അമ്മ തന്നെയാണ്. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മയായ ദൈവമാതാവേ, അമ്മയുടെ മാതൃത്വത്താൽ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ജീവിതദുരിതങ്ങളെ അഴിച്ചു മാറ്റണമേ. ഞങ്ങളുടെ അപേക്ഷ നമ്മുടെ എല്ലാ ദൈവങ്ങളെ സമർപ്പിക്കാം. വ്യക്തിപരമായ ദൈവങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ കുടുംബത്തെ സമർപ്പിക്കാം. നമ്മുടെ മാതാക്കളെയും മക്കളെയും എല്ലാം സമർപ്പിക്കാം. നമ്മുടെ കടബാധ്യതയെ സമർപ്പിക്കാം. സമർപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയെ സമർപ്പിക്കാം. വീട് പണിഞ്ഞിട്ട് പൂർത്തിയാക്കാൻ അവസ്ഥ സമർപ്പിക്കാം. മക്കൾക്ക് ജോലിയില്ലാത്ത അവസ്ഥ, വിവാഹപ്രായത്തിലുള്ള വിവാഹം നടത്താതെ സമർപ്പിക്കാം. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്തവരെ സമർപ്പിക്കാം. വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി തേടി പോയിട്ടും അവിടെ ജോലി കിട്ടിയിട്ടും മുന്നോട്ട് പോകാനാത്ത അവസ്ഥ, അവിടെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകവും ശാന്തിയും സമാധാനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ അവസാനിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തും ശാന്തിയും സമാധാനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം. എല്ലാ ദൈവങ്ങളെയും നമുക്ക് ശാന്തമായി സമർപ്പിക്കാം. അമ്മയുടെ ആശയങ്ങളുടെ ബന്ധത്തിൽ നിന്ന് വിടുതൽ വാങ്ങി തരണമേ. അനുഗ്രഹിയായ അമ്മേ, അമ്മയുടെ കൃപയാലും മാതൃകയാലും മാധ്യസ്ഥാലും തിന്മയെന്ന വിടുതലും ദൈവമായ ഒന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന കുരുക്കുകൾ അഴിച്ചുകളയുകയും ചെയ്യണമേ. അപ്രകാരം തെറ്റുകളിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും ഞങ്ങൾ സ്വതന്ത്രരാകുകയും എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ ദർശിക്കുവാനും ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും ഞങ്ങളുടെ സഹോദരനിലൂടെ അങ്ങേ സ്തുതിക്കുവാനും ഇടയാകണമേ. ദൈവമാതാവേ, ഞങ്ങളുടെ ഹൃദയത്താവായിരുന്ന് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. നമ്മുടെ എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ച് സ്തുതിക്കാം. നിങ്ങൾ ഒരുപാട് പേര് ഇവിടെ നിയമം സമർപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിപരമായ എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് കണ്ണടച്ച് നമുക്ക് സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ദൈവത്തെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിച്ചു സ്തുതിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നിങ്ങളെ സംരക്ഷിക്കുവാൻ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളെ പരിപാലിക്കാൻ നിങ്ങൾ വസിക്കട്ടെ. നിങ്ങളെ നയിക്കുവാൻ നിങ്ങളുടെ മുമ്പിലും നിങ്ങളെ പ്രദർശിക്കുവാൻ നിങ്ങളുടെ മുമ്പിലും നിങ്ങളെ അനുഗ്രഹിക്കുവാൻ നിങ്ങളുടെ മുകളിലും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും
ഇപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവരും അനുഗ്രഹിക്കണമേ. എല്ലാ മക്കളുടെയും കുരുക്കുകളും എല്ലാമായിട്ട് ഒരു വ്യക്തിപരമായിട്ട് കുടുംബപരമായിട്ട് ഇവർ അനുഗ്രഹിക്കണം.